ആകെ ഉണ്ടായ ജാതി 8-9 ജാതി നഷ്ടം വന്നിട്ടുണ്ട്. ഈ രാവിലത്തെ കാറ്റിലാണ് ഇതൊക്കെ മറിഞ്ഞതെന്നാണ് രാവിലെ ആൾക്കാർ പറയുന്നത് കേട്ടു. ഇപ്പോൾ മരങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഒരു 9 മണി 9 ആയപ്പോഴുള്ള കാറ്റിലാണ് പോയത്. ഞങ്ങളുടെ ആകെയുള്ള ഒരു വരുമാനമായിരുന്നു ഇത്. 8-9 ജാതി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല വരുമാനമുള്ള ജാതികളാണ്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ള നഷ്ടപരിഹാരം എങ്ങനെയും കിട്ടാനുള്ളൊരു സഹായം ചെയ്യണമെന്നുണ്ട്. അതെ, ഇതിനുള്ള ആകെ വരുമാനം ഉണ്ടായത് അച്ഛൻ്റെയാണ് സ്ഥലമേ. അച്ഛൻ്റെയാണ് സ്ഥലം. അച്ഛന് 8 പോയിട്ടുണ്ട്. 9 അതിലാണ് നല്ല വരുമാനം ഉണ്ടായത്. 9 പോയിട്ടുണ്ട്. 9 ജാതിക്കായ കൃഷിഭവനിൽ അറിയിക്കണം. അറിയിച്ചിട്ടില്ല. കൃഷിഭവനിൽ ഫോട്ടോ ഒക്കെ എടുത്ത് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കറുകുറ്റി പഞ്ചായത്തിലെ 5-ാം വാർഡിൽ തിരക്കിലയൽക്കാരൻ ആൻ്റണിയാണ്. ഞാൻ വാഴക്കൃഷിയോട് ജീവിക്കുന്ന ആളാണ്. എൻ്റെ ഈ സ്ഥല പാട്ടത്തിന് വാഴകൃഷി നടത്തിയിരിക്കുന്നത് അതിലേക്കാണ് ഈ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു 100ഓളം വാഴകൾ പോയിട്ടുണ്ട്. ഒക്കെ കൊലക്കാറായതാണ്. കൊലവാഴകളാണ്, കൊലച്ചതും കൊലക്കാത്തതാണ് ആണല്ലേ. ഇതിന് മുന്നേ ഇതുപോലെ വല്ല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അങ്ങനെ മുമ്പ് ഉണ്ടായിരുന്ന അപകടത്തിൽ അങ്ങനെ കൂടുതലായിട്ട് പോയിട്ടില്ല. അതിനെ അങ്ങനെ അപേക്ഷ വെച്ചിട്ടില്ലായിരുന്നു. അതില്ലായിരുന്നല്ലേ. ഈ വാഴ ഒടിഞ്ഞത് കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടായിരുന്നോ? ഇല്ല, പോയിട്ടില്ല. ബന്ധപ്പെടുന്നുണ്ടോ? ബന്ധപ്പെട്ട് പോകണം. ഉപജീവന മാർഗമായിട്ടല്ല കൊണ്ടുവരണം. നമ്മൾ ജീവിക്കുന്നത് പാട്ടത്തിനെടുത്ത വലിച്ചേക്കുന്നത്. ഒരു വാഴയ്ക്ക് ഇപ്പൊ നിലവിൽ എന്തോരം രൂപ വില വന്നിട്ടുണ്ട്? ഏതാണ്ട് ഒരു 400 രൂപത്തോളം ഇപ്പൊ ചെലവ് വന്നിട്ടുണ്ട് ഒരു വാഴയ്ക്ക്. അപ്പൊ 100ഓളം വാഴ ആകുമ്പോ 4 ലക്ഷം രൂപ അടുത്തായി അല്ലേ ചെലവ്? അപ്പൊ ഇത് പഞ്ചായത്തും മറ്റേ വില്ലേജൊക്കെ നമ്മളോട് സഹകരിക്കാറുണ്ടോ? നമുക്ക് മുന്നോടിച്ചിട്ട് നമ്മള് പഞ്ചായത്തിലൊക്കെ അപേക്ഷ വെച്ച് കൃഷി എന്തെങ്കിലും നഷ്ടങ്ങൾ വന്ന അവര് മുമ്പ് വാഴക്കണ്ണിന് അങ്ങനെയൊക്കെ സഹായങ്ങൾ ചെയ്യാറുണ്ട്. മുടക്കിയ കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്ര രൂപ കിട്ടിയാലാണ് ചേട്ടൻ ഒരു വാഴയ്ക്ക് ഊണം ഇതുകൂടി ഒരു 400 രൂപത്തോളം ചെലവ് വന്നിട്ടുണ്ട്. അല്ലേ, സഹായിക്കാം. ഇനി പറയേണ്ടതേ ഇതിന് ഗവൺമെൻറ് പഞ്ചായത്ത് അല്ലെങ്കിൽ കൃഷിഭവനെ നമ്മൾ സഹായിച്ചില്ലെന്നുണ്ടെങ്കിൽ കൃഷിയായിട്ട് മുമ്പോട്ട് പോയി ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഇതിനൊക്കെ നശിച്ചു പോയാൽ പിന്നെ വേറൊരു വരുമാനം നമ്മുടെ കയ്യിലില്ല. ഇതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വായ്പ ജനങ്ങളുടെ ഇതൊക്കെ കൈവായ്പ പലിശയ്ക്കൊക്കെ മേടിച്ചാണ് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്തെങ്കിലും സഹായം നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ ജീവിക്കാനെങ്കിൽ ഇനി നോക്കുന്ന അങ്ങോട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. പഞ്ചായത്ത് 5-ാം വാർഡ് എടക്കൊന്ന് ചീനി പ്രദേശത്ത് ചിറക്കിലയൽക്കാരൻ ചെറിയച്ഛൻ്റെ വസതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ നിരവധി ജാതി മരങ്ങൾ കടപുഴകി, ഏകദേശം 10ഓളം വരുന്ന ജാതി മരം കടപുഴകി വീണു. ഇവരുടെ ഈ കുടുംബത്തിൻ്റെ ഏക വരുമാന ആശ്രയമായിരുന്നു ഈ ജാതി കൃഷിയുമായി ബന്ധപ്പെട്ട് ഇവർ ജീവിച്ചു വരുന്നത്. ഇപ്പോൾ ആ ജാതി കൃഷി മൊത്തം പോയ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ പോയ ജാതി കർഷകരെയും അതുപോലെ തന്നെ കർഷകർ വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്രയമായി നിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് ഒരു സഹായ ഹസ്തവുമായി വരണമെന്നാണ് ഒരു പഞ്ചായത്ത് അംഗം നിലയ്ക്കും ഒരു പൊതുപ്രവർത്തകർക്ക് ഞാൻ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ ഏകദേശം 3-4 വർഷത്തിന് മുമ്പ് അപേക്ഷിച്ച അപേക്ഷകളിലൊന്നും തീരുമാനമായിട്ടില്ല എന്നുള്ള ദുഃഖകരമായ സംഭവം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ആവശ്യവുമായി കർഷകരുടെ ഭാഗത്തു നിന്നും മെമ്പർ എന്ന നിലയ്ക്ക് ഒരു ജനപ്രതിനിധി നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ ഈ ഉണ്ടായിട്ടുള്ള ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് സത്വരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് അവരുടെ സഹായങ്ങൾ നൽകണമെന്ന് വിനീതമായി സർക്കാരിനോട് അപേക്ഷിക്കുകയാണ്.